ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കിഡ്സ് സ്പെഷ്യലാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാം. യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പം സാധാ വീട്ടിൽ കിട്ടുന്ന ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് സവോള, പിന്നെ നിങ്ങളുടെ കയ്യിൽ ലെറ്റൂസ് ഉണ്ടെങ്കിൽ ലെറ്റൂസ് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ അല്പമേ സവോള എടുത്തിട്ടുള്ളൂ. അത് ലാസ്റ്റിൽ മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ ഇത് ഈ മിക്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സവോള ചേർക്കേണ്ട, ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ സവോള ചേർക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോയുടെ പകുതി ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സീസണിങ് ഒറിഗാനോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മൾ പിസയുടെ കൂടെ കിട്ടുന്ന ഒരു ചെറിയ സാഷയുടെ അളവിൽ മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള മുളകില്ലേ, അത് നമുക്ക് ഇതേപോലെ ചില്ലി ഫ്ലേക്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ മുളക് ക്രഷ് ചെയ്ത് ഇട്ടാലും മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് സോൾട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെജിറ്റേറിയൻ ആണ്. ഞാൻ സ്റ്റോർ ബോട്ട് മയണൈസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മയണൈസ് ഉണ്ടാക്കി എടുക്കാവുന്നതുമാണ്. മയണൈസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ പല വേർഷനിൽ നമ്മൾ തയ്യാറാക്കാം. പക്ഷേ ഞാനൊരു സിമ്പിൾ വേർഷനിലാണ് കാണിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് എപ്പോഴും ആണെങ്കിൽ മിക്സ് ചെയ്യുമ്പം അത്ര ഹാർഡാവാതെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ. അതായത് കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിൽ വേണം. എന്നാൽ മാത്രം നമുക്ക് ബ്രെഡിൽ തേക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം ഈ ഒരു സ്പൂൺ മതി. ഞാനൊരു 3-4 സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറിയിരിക്കും. ഇതിപ്പം 4 ബ്രെഡൊന്നുമല്ല, അതിൽ കൂടുതൽ ബ്രെഡിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് പെപ്പർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പം ഇതേപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസിൻ്റെ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഓവറായിട്ട് തേക്കേണ്ട, എല്ലാ സൈഡിലേക്കും ആകത്തക്ക രീതിയിൽ ഒരു പീസിലും നമ്മൾ ഇത് തേച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത പീസ് എടുത്തിട്ട് ഞാനതിൽ അല്പം ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ തേക്കാം. അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ ഈ ഒരു മയണൈസ് മിക്സ് മാത്രമേ തേക്കുന്നുള്ളൂ. നിങ്ങൾക്കിതിൽ ചീസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചീസിൻ്റെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈസി ആയിട്ടുള്ള മയണൈസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുകയോ കട്ട് ചെയ്യാതെയോ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിട്ടില്ല, നല്ല കളർഫുള്ളായിട്ടുണ്ട്. എന്നാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുക. ഒരു 4 o'clock റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനോ എങ്ങനെ വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബട്ടർ തേക്കുന്നത് നിങ്ങളുടെ ഓപ്ഷണലാണ്. ബട്ടർ തേക്കാതിരിക്കാം. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു സാൻഡ്വിച്ച് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. കാരണം ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പോൾ പുറത്തൊന്നും പോകാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം യൂഷ്വലി ഇങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് ഇവിടെ ഒരു കടയിൽ, അതായത് രാമചന്ദ്രൻ്റെ കടയിൽ നമുക്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു 20 rupees ആണെന്നാണ് തോന്നുന്നത്. ഞാനത് വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മഴ പെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ വീഡിയോ വെറുതെ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളിന് ശേഷമല്ലേ മഴ പെയ്യുന്നത്, അതും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് പെയ്യുന്ന മഴയായതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ അല്ലേ. മഴയ്ക്കും ഒരു അതിൻ്റേതായ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നത് ഇത് കാണുമ്പോഴാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.